എല്ലാ കൂട്ടുകാർക്കും ബോവിൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള ഒരു തോരൻ കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്, എന്നാൽ നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് വാഴക്കൂമ്പ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആ വാഴക്കൂമ്പ് എടുത്ത് വാഴക്കൂമ്പ് അതിങ്ങനെ നമ്മളിങ്ങനെ ഈ ക്യാബേജ് ഒക്കെ അരിയില്ലേ, വെട്ടി 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 അങ്ങനെയാണ് കുറച്ചും കൂടെ അപ്പോൾ അതിൻ്റെ കഴിക്കാനായിട്ട് കുറച്ചുകൂടെ രസമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്വയർ ആയിട്ടൊക്കെ അരിയാൻ കട്ട് കറിച്ച്, പക്ഷേ ഇങ്ങനെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വെട്ടിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നല്ല കറയുണ്ട്, നല്ല പോലെ കറയുണ്ട്. അപ്പോൾ അതൊക്കെ ആ വെള്ളത്തിലേക്ക് പൊയ്ക്കോളും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ ഒരു വെള്ളത്തിനകത്തുനിന്ന് അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കട്ടയില്ലാത്ത പോലെ ആക്കി അതൊന്ന് രണ്ട് കൈ ഉപയോഗിച്ച് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട്, ഒത്തിരി പ്രസ്സാക്കണ്ട, അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് പോയാൽ മതി. അങ്ങനെ എടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വാഴക്കൂമ്പ് അതെല്ലാം തന്നെ അതൊന്ന് എടുത്ത് മാറ്റി വെച്ചേക്കും, ഒരു പാത്രത്തിലെടുത്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അരപ്പ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്, അപ്പോൾ കയ്പൊന്നും ഒട്ടും അറിയില്ല. പിന്നെ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ഒരു 3-4 എണ്ണം, പിന്നെ 5-6 ചെറിയുള്ളി അല്ലെങ്കിൽ സവാള എടുത്തോളൂ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് വെച്ചാൽ കേട്ടോ. ഒത്തിരി അരയണ്ട, നമ്മുടെ ഈ കപ്പയ്ക്കൊക്കെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് അരയണം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഉള്ളി ഒന്ന് മൂത്ത ശേഷം നമ്മൾ ഈ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ അതിനകത്ത് കിടന്നൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അത്യാവശ്യം അതിൻ്റെ ആ കടുകും ഉള്ളി അത് എണ്ണ എല്ലാ സ്ഥലത്തും ചെല്ലുന്ന പോലെ ഒന്ന് എത്തിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. അരപ്പ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു തോരൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം അത് നല്ലപോലെ മിക്സ് ആക്കണം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങ നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ അത് എല്ലാ സ്ഥലത്തും ചെല്ലുന്ന പോലെ നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് അതൊരു അടപ്പ് വെച്ച് അടച്ചു വെച്ചേക്കാം. ഇനി ഫ്ലെയിം മീഡിയം മതി, ഫുള്ളിടരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിൽ വെള്ളം ചേർക്കാനില്ല. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി തോരൻ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ഹെൽത്തി കേട്ടോ. ഈ കിഡ്നി സ്റ്റോണിന്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയറിന് ഭയങ്കര എന്താ പറയുന്നത്, നല്ല നാരുകളാലൊക്കെ സമ്പുഷ്ടമാണ്. അപ്പോൾ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഒരു വൃത്തികേടൊന്നുമില്ല എന്ന് വെച്ചാൽ പറയുന്നത് വാഴക്കൂമ്പ് അങ്ങനെയൊന്നുമില്ല, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇനി വാഴക്കൂമ്പ് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.